നീ മരിക്കുമ്പോൾ ലോകം കരയണം. യാക്കോബ് 2:14-26 വരെ. ധ്യാനത്തിനായിട്ട് 20-ാം വാക്യം. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? യാതൊരു പരപ്രേരണയും കൂടാതെ ഐച്ഛികമായ സാമൂഹിക സേവനം അനുഷ്ഠിക്കുന്ന ഒരു വനിതാ സംഘടനയുണ്ട് ബ്രിട്ടനിൽ. അതിൻ്റെ ജനയിത്രിയാണ് സ്റ്റെല്ല റീഡിംഗ്. റീഡേഴ്സ് ഡൈജസ്റ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ഒരു ലേഖനത്തിൽ അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. അന്ന് അവർക്ക് 25 വയസ്സിൽ താഴെയായിരുന്നു പ്രായം. ഒരു ദിവസം അവർ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. വൃദ്ധയായ ഒരു സ്ത്രീ ബസ്സിൽ കയറിയപ്പോൾ റീഡിംഗ് എഴുന്നേറ്റ് താൻ ഇരുന്ന സീറ്റ് അവർക്ക് കൊടുത്തു. ആ വൃദ്ധ അതിന് നന്ദി പറഞ്ഞു. മാത്രമല്ല, സഹയാത്രികരോട് ഇപ്രകാരം പറയുകയും ചെയ്തു: അവൾ എനിക്ക് ഇരിപ്പിടം തന്നതിനല്ല ഞാൻ നന്ദി പറഞ്ഞത്, പിന്നെയോ അവൾ നൽകിയ പുഞ്ചിരിക്ക് വേണ്ടിയായിരുന്നു. ഈ സംഭവം ലേഡി റീഡിംഗ് ഒരിക്കലും മറക്കുകയില്ല. ജീവിതത്തിൽ ഏകാഗ്നിയായി തീരുന്ന ഒരു സ്ത്രീക്ക് നിങ്ങളുടെ ഒരു പുഞ്ചിരിയായിരിക്കും ആവശ്യം. അതിനവർ എന്നും നന്ദിയുള്ളവരായിരിക്കും ചെയ്യും. ലോകത്തിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് സ്റ്റെല്ല റീഡിംഗ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. മേൽപ്പറഞ്ഞ സംഭവത്തിന് ശേഷമാണ് ബ്രിട്ടനിലെ ഏറ്റവും വലിയ വനിതാ സംഘടനയായ വോളണ്ടറി വിമൻസ് സർവീസ് അവർ സംഘടിപ്പിച്ചത്. ഇപ്പോൾ ലക്ഷക്കണക്കിന് വനിതകൾ ആ സംഘടനയിൽ പ്രതിഫലം പറ്റാതെ വിവിധ സേവനങ്ങൾ ചെയ്തു വരുന്നു. വികലാംഗരായ കുട്ടികളെ ശുശ്രൂഷിച്ച് അവരുടെ മാതാക്കളെ സഹായിക്കുക, കണ്ണു കാണാൻ പാടില്ലാത്തവർക്ക് എഴുത്തെഴുതി കൊടുക്കുക, ട്രെയിൻ അപകടം, തീപിടുത്തം തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം പാകപ്പെടുത്തി കൊടുക്കുക മുതലായ സേവനങ്ങൾ ചെയ്തു പോരുന്ന പ്രസ്തുത സംഘടനയ്ക്ക് ജന്മമേകാൻ തക്കവണ്ണം ഒരു മഹതിയുടെ കണ്ണ് തുറപ്പിച്ചത് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു എന്ന് നാം ഓർക്കുക. ആവശ്യങ്ങളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ് ചെയ്യുന്നതെന്നുള്ളത് മറക്കരുത്. എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളത് മിക്കവാറും എല്ലാ മനുഷ്യരെയും പ്രവൃത്തികളുടെ പ്രേരകമായി തീരാറുള്ളത്. നമ്മുടെ കച്ചവട മനോഭാവത്തിൽ നിന്നത്രേ ഈ പ്രേരണ ഉണ്ടാകുന്നത്. എനിക്കെന്ത് കൊടുക്കുവാൻ കഴിയും എന്നുള്ളത് നമ്മുടെ എല്ലാ ചെയ്തികളുടെയും പിന്നിലുള്ള പ്രേരണയായി തീരുമ്പോൾ മാത്രമേ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ഇത് കേവലം അപ്രായോഗികമായ സിദ്ധാന്തമാണെന്ന് വാദിക്കുന്നവർക്കാണ് ഇന്ന് ഭൂരിപക്ഷം. അതുകൊണ്ടാണ് അധ്യാപക വൃത്തിയും ഓഫീസ് ജോലിയും പോലും വെറും കച്ചവട ചരക്കായി പരിണമിച്ചിരിക്കുന്നത്. എന്ത് കിട്ടും എന്നുള്ളത് മാത്രമായിരിക്കുന്നു എല്ലാ പ്രവൃത്തികളുടെയും പ്രേരകം. എന്നാൽ സ്റ്റെല്ല റീഡിങ്ങിനെ പോലുള്ളവരുടെ എല്ലാ പ്രവൃത്തികളും ഒരു പുഞ്ചിരി പോലും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും. കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് വാങ്ങാത്തവർ വിഡ്ഢികളാണെന്നുള്ള തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മുടെ എല്ലാ പ്രവൃത്തികളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയുന്നത് കേവലം അപ്രായോഗിക സിദ്ധാന്തവാദമായി മാത്രമേ തോന്നൂ. പാകിസ്ഥാൻ്റെ വെടിയുണ്ടയ്ക്ക് പോലും തുടച്ചു നീക്കാൻ കഴിയാത്ത ഒരു വാക്യം ബംഗ്ലാദേശ് പ്രസിഡൻ്റായിരുന്ന മുജിബുർ റഹ്മാൻ്റെ വസതിയുടെ ചുവരിൽ തെളിഞ്ഞു കാണാം. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു സന്ദേശത്തിൻ്റെ സാരമാണത്. അതെന്താണെന്നോ: നീ ജനിച്ചപ്പോൾ നീ കരഞ്ഞു, മറ്റുള്ളവർ ചിരിച്ചു. നിന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് വെച്ചാൽ നീ മരിക്കുമ്പോൾ നീ ചിരിക്കണം, ലോകം മുഴുവൻ കരയണം. നീ മരിക്കുമ്പോൾ ലോകം ചിരിക്കത്തക്കതായിരിക്കരുത് നമ്മുടെ പ്രവൃത്തികൾ എന്ന് ചുരുക്കം. പ്രതിഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുവാൻ നമ്മുടെ ജീവിതം അർപ്പിച്ചാൽ മാത്രമേ നാം മരിക്കുമ്പോൾ ലോകം കരയുകയുള്ളൂ. ഇങ്ങനെയുള്ളവരെ ലോകം വിഡ്ഢികൾ എന്ന് വിളിച്ചേക്കാം. പക്ഷേ ഇത്തരം വിഡ്ഢികളെയാണ് തൻ്റെ ഉദാഹരണ പ്രക്രിയയിൽ സഹകരിക്കുന്നതിന് ഈശ്വരനെ ആവശ്യമുള്ളത്. ഓർക്കണമേ, മനുഷ്യൻ കാണുന്ന മാതൃക കേൾക്കുന്ന ഉപദേശങ്ങളേക്കാൾ വിശ്വസനീയമാണ്. സദൃശവാക്യം 3:27. നന്മ ചെയ്യുവാൻ തനിക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.